വൈ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ എ സി ഇൻ PMMC അത് നമുക്ക് നോക്കാം. അപ്പം PMMC മീറ്റർ എന്തുകൊണ്ടാണ് AC നമുക്ക് അളക്കാൻ പറ്റാത്തതെന്നാണ് ചോദിക്കുന്നത്. യെസ്, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റിക് മൂവിങ് കോയിൽ മീറ്റർ ഒന്ന് വരയ്ക്കാം. വരച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ നോർത്ത് പോള്, സൗത്ത് പോള്, ഞാൻ റഫ് സ്കെച്ചാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇതുപോലെയൊന്നും ഒറിജിനൽ ഡിസൈൻ വരച്ച് വെക്കല്ലേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സ്കെച്ചാണിത്. ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, അല്ലെങ്കിൽ നമ്മളെ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ നമ്മളതിൻ്റെ സ്ലൈഡുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കോയിൽ. അപ്പോൾ ഈ കോയിലിലാണ് നമ്മൾ പ്ലസും മൈനസും വോൾട്ടേജ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ കോയിലിലൂടെയാണ് നമ്മൾ I എന്ന് പറയുന്ന ഒരു കറണ്ട് കയറ്റി വിടുന്നത്. അപ്പോൾ ഈ ഒരു കറണ്ട് കയറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കറണ്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒരു കോയിലിൽ നിന്ന് പിന്നെ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. ഒരു കോയിലിലൂടെ നമ്മളൊരു കറണ്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതെന്തായി, അതൊരു ഇലക്ട്രോ മാഗ്നറ്റായി. അതായത് ഇതിൻ്റെ ഒരു സൈഡിൽ നോർത്തും മറ്റേ സൈഡിൽ സൗത്തും വരും. അപ്പോൾ ഈ നോർത്തും സൗത്തും തമ്മിൽ റിപ്പൽ ചെയ്യും. ഏതൊക്കെ നോർത്ത് സൗത്ത്? നമ്മളുടെ പെർമനൻറ്റ് മാഗ്നറ്റിനെ ഈ ഒരു സൗത്ത് പോളും, അതേപോലെ നോർത്ത് പോളും പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും നമ്മളെ മാഗ്നറ്റിൻ്റെ സൗത്തിനെയും നോർത്തിനെയും അട്രാക്റ്റീവ് റിപ്പൽ ചെയ്യും. ഉദാഹരണം, ഈ നോർത്ത് പോള് ഈ പോയിൻ്ററിനെ ഈ ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യും. കാരണം എന്താ, നോർത്തും തമ്മിൽ റിപ്പൽഷനാണ്. പക്ഷേ അതേസമയം ഇവിടെയുള്ള ഈ സൗത്ത് പോള് ഈ ഒരു പർട്ടിക്കുലർ കോയിലിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. കണ്ടോ? അപ്പോൾ ഇവിടെയും തിരിച്ച് സൗത്ത് റിപ്പൽ ചെയ്യും, സൗത്ത് നോർത്തിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നോക്കുക, നമുക്ക് ലിറ്ററലി ഇവിടെ ഒരു ടേണിംഗ് മൊമെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പോയിൻ്ററിന് ഒരു മൂവ്മെൻറ്റ് കിട്ടി. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പോയിൻ്റർ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ന്യൂ പൊസിഷനെ ഞാനിങ്ങനെ ജസ്റ്റ് വരയ്ക്കുകയാണ് കേട്ടോ. കോയിലൊന്നും വരയ്ക്കുന്നില്ല. ഇത്ര ആംഗിൾ ഇത് ഡിഫ്ലക്റ്റ് ചെയ്ത് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഡിഫ്ലക്റ്റ് ചെയ്ത ആംഗിൾ, ഇഫ് ദിസ് ആംഗിൾ ഈസ് തീറ്റ, ഈ തീറ്റ ഈസ് ദ ഡിഫ്ലക്ഷൻ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി കറണ്ട്, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നിങ്ങൾ PMMC ആണെങ്കിൽ തീറ്റ പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തത്. പക്ഷേ നോക്കാം, ഇത് DC നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണ്. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു AC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ AC അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്ന പ്ലസും മൈനസും ഒരിക്കലും അവിടെ കോൺസ്റ്റൻ്റായി നിൽക്കില്ല. അടുത്ത സെക്കൻഡിൽ ഇത് പ്ലസ് മൈനസ് ആവും, ഈ മൈനസ് പ്ലസ് ആവും. അതിൻ്റെ അടുത്ത മൊമെൻറ്റിൽ ഇത് വീണ്ടും പ്ലസ് ആവും, ഇത് വീണ്ടും മൈനസ് ആവും. ഇങ്ങനെ പ്ലസും മൈനസും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു കോയിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനും ഓൾട്ടർനേറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണം, ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഉള്ളിലേക്കാണല്ലോ കറണ്ട് പോകുന്നത് പോലെ നമ്മൾ അനുമാനിക്കുന്നത്. സോ ദാറ്റ് കറണ്ട് ഇങ്ങനെയാണ് ലൂപ്പ് ചെയ്യുന്നത്. ഇവിടെ മൈനസ് ഇവിടെ പ്ലസും വന്നു കഴിഞ്ഞാൽ കറണ്ട് തിരിച്ചതായി ഇങ്ങനെ ലൂപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ലൂപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക? ചേഞ്ച് ഉണ്ടാവുന്നത് ഇതിൻ്റെ നോർത്ത് പോളിലും സൗത്ത് പോളിലുമാണ്. അപ്പോൾ ഇവിടെ സൗത്ത് പോള്, സേ ദാറ്റ് ഇവിടെ അടുത്ത ഞാൻ മാറ്റി വരയ്ക്കുകയാണ്. അടുത്ത നമ്മളിവിടെ മൈനസ് വന്നു, ഇവിടെയാണ് പ്ലസ് വന്നത്. AC ആകുമ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ അല്ലേ? ഒരു സെക്കൻഡിൽ ഏകദേശം 50 തവണ ഇതിൻ്റെ പൊളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സമയത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറി, അതേപോലെ തന്നെ ഇതിൻ്റെ പൊളാരിറ്റി മാറി. ഇപ്പോൾ വന്നിരിക്കുന്നത് മുകളിൽ സൗത്തും താഴെ നോർത്തുമാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഈ പോയിൻ്ററിൻ്റെ ഡിഫ്ലക്ഷൻ എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. ഇങ്ങനെയായിരിക്കും പോയിൻ്റർ ഡിഫ്ലക്റ്റ് ആവുന്നത്. ഓക്കെ, സോ പ്ലസ് മൈനസ് വരുന്ന സമയത്ത് ഒരു ഡയറക്ഷനിലേക്ക്, മൈനസ് പ്ലസ് വരുന്ന സമയത്ത് അടുത്ത ഡയറക്ഷനിലേക്കും. സോ പ്ലസ് മൈനസ് വരുമ്പോൾ ഇങ്ങോട്ട് പോകും, മൈനസ് പ്ലസ് വരുമ്പോൾ ഇങ്ങോട്ട് പോകും. രണ്ടും ഒരേ ആംഗിൾ തന്നെയായിരിക്കും. നമ്മൾ മിഡിൽ പൊസിഷനിൽ നിന്ന് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടും ഒരേ ആംഗിൾ തന്നെയായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടും രണ്ട് സൈഡിലേക്കാണ് പോകുന്നത്. ഇനി നമ്മളുടെ ഇൻഡസ്ട്രിയൽ ലൈനിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഈ AC എന്ന് പറയുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 50 Hz ആണ് അല്ലേ? അതായത് ഒരു സെക്കൻഡിൽ 50 ടൈംസ് എന്ത് ചെയ്യും? പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയത്ത്
പ്ലസ് മൈനസ് ഓസിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റർ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് AC അളക്കുമ്പം ഇങ്ങനെ ഒരു ഓസിലേഷനാണ് കിട്ടുക, അല്ലാതെ ഒരു പ്രത്യേക സൈഡിലേക്ക് അത് പോയിട്ട് എന്ത് ചെയ്യില്ല, പോയിൻ്റ് ചെയ്ത് നിൽക്കില്ല. രണ്ട് സൈഡിലേക്കും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി 50 Hz ഒക്കെ ആയതുകൊണ്ട് ഒരു സെക്കൻഡിൽ 50 തവണ ഇത് ഈ സൈഡിലേക്കും ഈ സൈഡിലേക്കും പോകുമൊന്നുമില്ല, അത്ര സ്പീഡിൽ അതിന് പോകാൻ പറ്റില്ല. അത് കാരണം ഇതിൻ്റെ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇങ്ങനെ അറസ്റ്റായി നിൽക്കും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് 0യിൽ ഇങ്ങനെ അറസ്റ്റായി നിൽക്കും. കാരണം ഇങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്ക് ഇപ്പുറത്തേക്ക് വലിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് റൈറ്റിലേക്കും പോകില്ല ലെഫ്റ്റിലേക്കും പോകില്ല, സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ വി ആർ അണേബിൾ ടു മെഷർ AC ഇൻ PMMC. അതാണ് അതിൻ്റെ കാരണം. ഞാൻ അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ ആക്ച്വലി 2 ആൾക്കാരെ പഠിച്ചു. ആരൊക്കെ നമ്മൾ പഠിച്ചു? ആക്യുറസി എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ, അതുപോലെ തന്നെ പ്രിസിഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീനിയാരിറ്റി, സെൻസിറ്റിവിറ്റി, റെസല്യൂഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ലീനിയാരിറ്റി എന്ന് നോക്കാം. ലീനിയാരിറ്റി, ഓക്കെ, അപ്പോൾ ലീനിയാരിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ലീനിയറാന്ന് പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കറണ്ടും ഡിഫ്ലക്ഷനും അല്ലേ, കറണ്ടും ഡിഫ്ലക്ഷനും തമ്മിലൊരു ആംഗിൾ, ഒരു പ്ലോട്ട് നമുക്ക് വരച്ച് നോക്കാം. സോ ദിസ് ഇസ് കറണ്ട് I, ഡിഫ്ലക്ഷൻ തീറ്റ. നമുക്ക് കറണ്ട് 2 ആകുമ്പോൾ ഡിഫ്ലക്ഷൻ 20, കറണ്ട് 4 ആകുമ്പോൾ ഡിഫ്ലക്ഷൻ 40, കറണ്ട് 6 ആകുമ്പോൾ ഡിഫ്ലക്ഷൻ 60, കറണ്ട് 8 ആംപിയർ ആകുമ്പോൾ ഡിഫ്ലക്ഷൻ 80, കറണ്ട് 10 ആകുമ്പോൾ ഡിഫ്ലക്ഷൻ 100 ഡിഗ്രി. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ കറണ്ടും അതേപോലെ ഡിഫ്ലക്ഷൻ തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ. എന്താ ലീനിയർ റിലേഷൻഷിപ്പ്? I/10 അല്ലേ. കറണ്ട് എന്താണോ കിട്ടുന്നത് അതിൻ്റെ 10 ഇരട്ടിയായിരിക്കും ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, അതായത് കറണ്ടിന് നമ്മൾ ഇതിലും ഡിഫ്ലക്ഷൻ നമ്മൾ Y ആക്സിസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 2ന് 20 കിട്ടി, 4ന് 40 കിട്ടി, 6ന് 60 കിട്ടി, 8ന് 80 കിട്ടി. കണ്ടോ, നമുക്ക് കിട്ടുന്ന ലൈൻ പെർഫെക്റ്റ്ലി എന്തായിരിക്കും? ഇതേപോലെ ഒരു ഫ്ലാറ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ലീനിയർ ലൈൻ ആയിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിലാണ് അതിന് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? ലീനിയാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോൺ ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നോൺ ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് ഇപ്പം നോൺ ലീനിയർ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഡോട്ടഡിൽ വരയ്ക്കാം. സീ ദിസ്, അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ നമ്മളിതിന് ആക്ച്വലി ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് പറയും? നോൺ ലീനിയറാന്ന് പറയാം. അപ്പോൾ ലീനിയാരിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു പ്രത്യേക റിലേഷൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോൺ ലീനിയർ ആണ് അല്ലെങ്കിൽ ലീനിയർ ആണ് ആ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത് പറയാൻ പറ്റും. ഇനി അടുത്തതാണ് സെൻസിറ്റിവിറ്റിയും റെസല്യൂഷനും അല്ലേ. യെസ്, സെൻസിറ്റിവിറ്റി അതേപോലെ തന്നെ റെസല്യൂഷൻ. അപ്പോൾ എന്താണ് സെൻസിറ്റിവിറ്റി, എന്താണ് റെസല്യൂഷൻ? ഇപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക? ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് എ സിസ്റ്റം to respond for very small changes in the input. ഓക്കെ, വളരെ ചെറിയ ഒരു ഇൻപുട്ടിനോട് വരെ ഒരു ഇൻസ്ട്രുമെൻറ്റിന് പ്രതികരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? സെൻസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഇപ്പം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഡോക്ടറെ അടുത്തൊക്കെ നമ്മൾ എന്തെങ്കിലും പനിയായിട്ടോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ആക്ച്വലി ഇത്തരത്തിലുള്ളൊരു വെയിങ് മെഷീൻ്റെ മുകളിൽ നമ്മളെ കയറ്റി നിർത്തും അല്ലേ.
അപ്പോൾ ഈ വെയിങ് മെഷീൻ്റെ മുകളിൽ നമ്മൾ കയറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മുകളിൽ കയറ്റി നിർത്തുകയാണ്. അപ്പോൾ നമ്മളൊരു 60 കിലോ വെയിറ്റാണ് ഉള്ളതെങ്കിൽ 60 kg ആണെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റ് 60 kg എന്ന് പറയുന്ന വെയിറ്റ് അളന്ന് കാണിച്ചു തരും അല്ലേ. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ആക്ച്വലി ഒരു കടലാസിൻ്റെ കഷ്ണം നിങ്ങൾ മുറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റ് കൃത്യമായിട്ടുള്ള റീഡിങ് തരുമോ? ഒരിക്കലും തരില്ല അല്ലേ. എന്നാൽ നിങ്ങൾ സ്വർണ്ണക്കടയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള സെയിം എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത് കേട്ടോ. എങ്ങനെയുണ്ടാവുക? ഐ ഡോണ്ട് നോ ഹൗ ടു ഡ്രോ ദിസ്. ലൈക്ക് ഒരു പ്ലേറ്റ് ഉണ്ടാവും അല്ലേ. അതൊരു പ്ലേറ്റ് ആക്ച്വലി ഈ ഒരു പ്ലേറ്റിനകത്ത് ഇങ്ങനെ നമ്മൾ ഗോൾഡ് ഇങ്ങനെ വയ്ക്കും. സ്വർണ്ണക്കടകളിലും അതേപോലെ ഡയമണ്ട് ഷോപ്പിലൊക്കെ ഉള്ള. അപ്പോൾ നമ്മൾ ഒരു തരി ഗോൾഡ് നമ്മൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എത്രയാണ് അതിൻ്റെ വെയിറ്റ് 0.00018 അത്രയും ഗ്രാം ആണെങ്കിൽ അത്ര ചെറിയ വാല്യൂ വരെ അത് കാണിച്ചു തരും. അപ്പോൾ ഈ സ്വർണ്ണക്കടയിലുള്ള ഈ ഒരു വെയിറ്റ് അളക്കുന്ന മെഷീനിൽ നമ്മൾ ഒരു കടലാസിൻ്റെ കഷ്ണം മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ഒരു റീഡിങ് നമുക്ക് തരും. പക്ഷേ വെയിറ്റ് അളക്കുന്ന ഡോക്ടറുടെ അടുത്തുള്ള ഈ വെയിങ് മെഷീനിൽ ഇതേ സംഭവം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു റിസൾട്ടും തരില്ല. ഒരു കടലാസ് കഷ്ണം ഇരുന്നാലൊന്നും അനങ്ങൂല. രണ്ടും വെയിറ്റ് അളക്കുന്ന മെഷീനാണ് അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഡോക്ടറുടെ അടുത്തുള്ള മെഷീന് ഞാൻ ഇവിടെ ലോ സെൻസിറ്റിവിറ്റി ഡിവൈസ് എന്നാണ് വിളിക്കുന്നത്. കാരണം അത് ഇൻപുട്ടിൽ വരുന്ന വളരെ ചെറിയ ചേഞ്ചായ ആ ഒരു കടലാസിൻ്റെ കഷ്ണം 0 മുതൽ ആ കടലാസിൻ്റെ കഷ്ണം വരെയുള്ള ആ വെയിറ്റിലെ ചേഞ്ചിനെ അത് ഡിറ്റക്റ്റ് ചെയ്തില്ല. പക്ഷേ നമ്മൾ ഗോൾഡ് ഷോപ്പിനകത്തുള്ള ഈ ഇൻസ്ട്രുമെൻ്റ് ആക്ച്വലി എന്താണ്? ഹൈലി സെൻസിറ്റീവാണ്. വളരെ ചെറിയൊരു ഇൻപുട്ടിനോടുകൂടി ഇത് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ സെൻസിറ്റിവിറ്റിക്ക് ഒരു ഡെഫിനിഷനും കൂടിയുണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് divided by change in input. അപ്പോൾ ഇതാണ് സെൻസിറ്റിവിറ്റീൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത നമുക്ക് റെസൊല്യൂഷൻ എന്താ നോക്കാം. അപ്പോൾ റെസൊല്യൂഷൻ പഠിക്കാൻ വേണ്ടി നമുക്കൊരു മീറ്റർ നമുക്ക് നോക്കാം. ഒരു സർക്കുലർ സ്കെയിൽ മീറ്റർ. അപ്പോൾ ഇതിൽ ഒരു പോയിൻ്റർ ഉണ്ട്. സോ പോയിൻ്റർ ഇത് അവിടെ ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മാർക്കിങ്സ് ഉണ്ട്. ഇത് 0 മാർക്കിംഗ് ആണ്, ഇത് 10ൻ്റെ മാർക്കിംഗ് ആണ്, ഇത് 20ൻ്റെ മാർക്കിംഗ് ആണ്, ഇത് 30 ആണ്, ഇത് 40 ആണ്, ആൻഡ് ഫൈനലി ദിസ് ഇസ് യുവർ 50. അപ്പോൾ 0 തൊട്ട് 50 വരെ അളക്കാൻ പറ്റുന്ന ഒരു മീറ്റർ. അപ്പോൾ ഇതിലിപ്പോൾ കറണ്ട് റീഡിങ് എത്രയാണ്? 20 ആണ്. എന്നാൽ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചുകൂടി ഇൻപുട്ട് ആഡ് ചെയ്തപ്പം ഈ ഒരു പോയിൻ്റർ ഇതാ ഇവിടെ പോയി നിന്നു, ഡോട്ടഡ് പൊസിഷനിൽ പോയി നിന്നു. അപ്പോൾ അത് 40നും 50നും ഇടയ്ക്കാണ് അല്ലേ. അപ്പോൾ 40നും 50നും ഇടയ്ക്ക് ഉള്ള ആ ഒരു റീഡിങ് നിങ്ങൾക്ക് കൃത്യമായിട്ട് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ശരിയല്ലേ? അപ്പോൾ അത് മെഷർമെൻ്റ് അല്ല. നമ്മൾ ആദ്യം പഠിച്ചതനുസരിച്ച് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കറിയാത്ത ക്വാണ്ടിറ്റീനെ നമ്മൾ എത്രയാണെന്ന് മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ച്വലി ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗസ് ചെയ്യേണ്ടി വരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മീറ്റർ ആക്ച്വലി ലോ റെസൊല്യൂഷൻ മീറ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഹൈ റെസൊല്യൂഷൻ മീറ്റർ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. സോ ഓൾമോസ്റ്റ് സെയിം കൈൻഡ് ഓഫ് മീറ്റർ ആൻഡ് ഇതിൻ്റെ റീഡിങ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ റീഡിങ്സ് I'm drawing just like this. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. എന്തായിരിക്കും നോക്കാം. ഇതൊരു ഹൈറസ് മീറ്ററാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനതിനെ ഹൈറസ് മീറ്റർ എന്ന് വിളിക്കുന്നത്? ഹൈ റെസൊല്യൂഷൻ മീറ്റർ. എന്താ ഹൈ റെസൊല്യൂഷൻ മീറ്റർ എന്ന് ഞാൻ വിളിക്കാനുള്ള കാരണം ഇതിലെ മാർക്കിങ്സ് കണ്ടോ.
ഇതിൽ ഈ 0നും 10നും ഇടയ്ക്ക് എഗെയിൻ അടുത്ത 10 വരകളുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പോയിൻ്റർ എവിടെ പോയി നിൽക്കുകയാണെങ്കിലും വാട്ട് എവർ പ്ലേസ് ഇറ്റ് ഗോസ് ടു, അവിടെ അത് കൃത്യമായിട്ട് ഗസ് ചെയ്യാതെ എത്രയാണ് അതിൻ്റെ റീഡിങ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് റീഡ് ചെയ്ത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ആക്ച്വലി ഇതിൻ്റെ റെസൊല്യൂഷൻ ഹൈ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീറ്ററിൻ്റെ റെസൊല്യൂഷൻ എത്രയായിരിക്കും, അതിന് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആണ്. എത്രയാണ് ഇവിടെ? 1 ഇതിൻ്റെ റെസൊല്യൂഷൻ. എന്തുകൊണ്ടാണ്? ഇവിടെ ഏറ്റവും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന മിനിമം വാല്യൂ 1 അല്ലേ? ഈ 0 കഴിഞ്ഞാൽ പിന്നെ പോയിൻ്റർ അടുത്ത് പോയി നിൽക്കുന്ന 1ലാണ്. കാരണം 0നും 10നും ഇടയ്ക്ക് 10 ചെറിയ വരകളുണ്ട്. പക്ഷേ ആദ്യത്തെ കേസിലോ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 10ആണ്. ഓക്കെ, കാരണം ആ പോയിൻ്റർ പോയി നിൽക്കുന്നല്ല, ആ പോയിൻ്ററിന് കൃത്യമായിട്ട് നമ്മളെ കാണിച്ചു തരാൻ പറ്റുന്ന ഒരു മാർക്കിംഗ് എന്ന് പറയുന്നത് 10ലാണ് ഉള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഫോട്ടോസിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ലോ റെസൊല്യൂഷൻ, ക്ലാരിറ്റി കുറഞ്ഞ ഫോട്ടോ, ക്ലാരിറ്റി കൂടിയ ഫോട്ടോ. ക്ലാരിറ്റി കൂടിയ ഫോട്ടോയിൽ കൂടുതൽ പിക്സൽസ് ഉണ്ടാവും. കൂടുതൽ പിക്സൽ ഉള്ള പോലെ തന്നെയാണ് ഈ കൂടുതൽ ലൈൻസ് ഉള്ളത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് സൂക്ഷ്മമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. ക്ലാരിറ്റി കൂടുതലുള്ള ഒരു ഫോട്ടോഗ്രാഫ്, ഒരാളുടെ ഫേസിൻ്റെ ഫോട്ടോഗ്രാഫ് നോക്കുകയാണെങ്കിൽ അയാളുടെ ഫേസിലുള്ള ഓരോ ചെറിയ ചെറിയ സ്കിന്നിലെ അതിൻ്റെ ലേ ഔട്ടും അതുപോലെ അയാളുടെ ഹെയറിൻ്റെ ഓരോ സ്ട്രാൻഡുകളൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ ഒന്ന് വായിച്ചെടുക്കാൻ പറ്റും അല്ലേ. ലോ റെസൊല്യൂഷൻ ഫോട്ടോ ആണെങ്കിലോ നമുക്ക് ഏകദേശം അയാളുടെ മുഖം ഒരു പ്രത്യേക രീതിയിലും കാണാൻ പറ്റുന്നതല്ലാതെ അയാളുടെ ഹെയറും കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്ര വൃത്തിയായിട്ട് നമുക്ക് പോയിൻ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. അപ്പം ആ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ അതിൻ്റെ കാര്യത്തിൽ ലോ റെസൊല്യൂഷനും ഹൈ റെസൊല്യൂഷൻ പറയുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഹൈയും ലോവും പറയുന്നത്. ഇനി ആക്യുറസിയും പ്രിസിഷനും നമ്മൾ ആക്ച്വലി ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ ഇനിയും പറയുന്നില്ല. അപ്പോൾ ഇത് 5 നിങ്ങൾക്ക് ആക്ച്വലി പഠിക്കാനുള്ള സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. നിങ്ങൾക്ക് സിലബസ് എടുത്തിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം.